പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 4ലെ ബാർ ഗ്രാഫ്സ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്നുള്ളത്. അത് യൂട്യൂബിൻ്റെ ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോയിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്നുള്ള ഇത് വീഡിയോയുടെ മുകളിൽ കാണിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും, മലയാളത്തിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ബാർ ഗ്രാഫ്സ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറുകളിലും ടി വികളിലും ഒക്കെ നമ്മൾ ഇതേപോലെയുള്ള ഗ്രാഫുകൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫുകൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിക്റ്റോഗ്രാഫിൽ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കിയെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ലൈക്ക് പിക്റ്റോഗ്രാഫ്സ് സച്ച് ബാർ ഗ്രാഫ്സ് ക്യാൻ ഹെൽപ്പ് us to quickly understand and interpret information such as the highest value, the comparison of values of different categories, etc. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസിലെ വാല്യൂസിൻ്റെ കമ്പാരിസൺ ഇതുപോലെയുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും അത് വ്യാഖ്യാനിക്കാനും ഒക്കെ ഈ ബാർ ഗ്രാഫുകൾ നമ്മളെ help ചെയ്യും. However, when the amount of data is large, presenting it by pictograph is not only time consuming but at times difficult too. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയുടെ അളവ് വലുതാകുമ്പോൾ അത് പിക്റ്റോഗ്രാഫ് ഉപയോഗിച്ച് പ്രസൻറ്റ് ചെയ്യുന്നത് അത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അല്ലേ. അതേപോലെ അത് കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും. ലെറ്റ് us see how data can be represented instead using a bar graph. അപ്പോൾ പകരം ഒരു ബാർ ഗ്രാഫ് ഉപയോഗിച്ച് ഡേറ്റ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ടേക്ക് ദ ഡേറ്റ കളക്റ്റഡ് ബൈ ലെഖൻപാൽ earlier regarding the number of students absent on one day in each class. അപ്പോൾ ലെഖൻപാൽ നേരത്തെ ഡേറ്റ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് എന്തായിരുന്നത്, ഓരോ ക്ലാസ്സിലും ഒരു ദിവസം ആബ്സെൻ്റ് ആയ സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ക്ലാസ് 1 തൊട്ട് 8 വരെയുള്ള ക്ലാസ്സുകളിൽ ആബ്സെൻ്റ് ആയ സ്റ്റുഡൻസിൻ്റെ ഡേറ്റ അതാ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഹീ പ്രസൻറ്റഡ് ദ സെയിം ഡേറ്റ യൂസിങ് എ ബാർ ഗ്രാഫ്. ബാർ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി അവൻ ഈ സെയിം ഡേറ്റ ഉപയോഗിച്ചു. അത് വെച്ച് വരച്ചിട്ടുള്ള ബാർ ഗ്രാഫാണ് ഇതാ ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ താഴത്തെ ഭാഗത്ത് തന്നിട്ടുള്ളത് എന്താണ്, ക്ലാസ്സാണ്. 1 to 8 വരെയുള്ള ക്ലാസ്സാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഈ സൈഡിൽ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ക്ലാസ് 1 ആബ്സെൻ്റ് ആയിട്ടുള്ളത് 3 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവിടെ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബാർ വരച്ചു. അടുത്തത് ക്ലാസ് 2 5 സ്റ്റുഡൻസ് ആണ് ആബ്സെൻ്റ് ആയിട്ടുള്ളത്. അത് റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ബാർ വരച്ചു. അങ്ങനെ ഓരോയിടത്തും എന്ത് ചെയ്തു, എത്ര സ്റ്റുഡൻസ് ആണോ ആബ്സെൻ്റ് ആയിട്ടുള്ളത് അതനുസരിച്ചുള്ള ബാറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാർ ഗ്രാഫിനകത്ത് നോക്കിയാൽ നമ്മൾ പിക്റ്റോഗ്രാഫിൽ നമ്മൾ സ്കെയിൽ എഴുതിയായിരുന്നു അല്ലേ. 1 യൂണിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു 1 സ്റ്റുഡൻറ്റ്. അതേപോലെ നമ്മൾ ബാർ ഗ്രാഫിലും എന്ത് ചെയ്യും, നമ്മൾ സ്കെയിൽ എഴുതും. ഇപ്പോൾ നമ്മൾ ഇതാണ് ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 1 തൊട്ട് 2 വരെയുള്ളത് ഒരു യൂണിറ്റ്, 2 തൊട്ട് 3 വരെ ഒരു യൂണിറ്റ്, 3 തൊട്ട് 4 വരെ ഒരു യൂണിറ്റ്. അപ്പോൾ ഈ ഓരോ യൂണിറ്റ് ലെങ്തുകളും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ സ്റ്റുഡൻസിനെയാണ്. അത് നമ്മൾ ബാർ ഗ്രാഫിൽ കാണിക്കണം. പിന്നെ ഈ ബാർ ഗ്രാഫ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, ഈ ഓരോ ബാറുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വലാണ് അല്ലേ. ബാറുകളുടെ വിട്ടും ഈക്വലാണ്. അതായത് വിട്ടെന്ന് വെച്ചാൽ ഇതാ ഇവിടം തൊട്ട് ഇവിടെ വരെ കണ്ടോ, ഇങ്ങനെയുള്ള ഈ വിട്ട് ഈക്വലാണ്. അതേപോലെ ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും എന്താണ്, ഒരേപോലെയാണ്. അപ്പോൾ നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാറുകളുടെ വിട്ട് സെയിം ആയിരിക്കണം, അതേപോലെ ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് വരാൻ കാരണം 5 0 അതുകൊണ്ട് അവിടെ വരച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ വന്നത് കേട്ടോ. ഇതൊക്കെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂസിങ് ദി ബാർ ഗ്രാഫ്. ഇൻ ക്ലാസ് 2 ഡാഷ് സ്റ്റുഡൻസ് വെർ ആബ്സെൻറ്റ് ദാറ്റ് ഡേ. ഇപ്പോൾ ക്ലാസ് 2 എത്ര സ്റ്റുഡൻസ് ആണ് ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നത് നോക്കിയാൽ. ക്ലാസ് 2 എത്ര സ്റ്റുഡൻസ് ആണ്,
5 സ്റ്റുഡൻസ് ആണ് അല്ലേ. നമുക്കിത് നോക്കിയിട്ട് ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇൻ വിച്ച് ക്ലാസ് വേർ ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആബ്സെൻറ്റ്. ഏത് ക്ലാസ്സിലാണ് മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആബ്സെൻ്റ് ആയിട്ടിരുന്നത്? ഏത് ബാറിനാണോ ലെങ്ത് കൂടുതൽ ആ ക്ലാസ്സിലാണ് അല്ലേ. ഈ ബാറിനാണ് ലെങ്ത് കൂടുതൽ. അത് ഏത് ക്ലാസ്സാണ്? ക്ലാസ് 8. ക്ലാസ് 8. വിച്ച് ക്ലാസ് ഹാഡ് ഫുൾ അറ്റൻഡൻസ് ദാറ്റ് ഡേ. ആ ദിവസം ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടായിരുന്നത് ഏത് ക്ലാസ്സിലാണ്? ആബ്സെൻ്റ് ഒന്നും ഇല്ലാത്ത ക്ലാസ്സിലാണല്ലേ. അതേത് ക്ലാസ്സിലാണ്? ക്ലാസ് 5ലാണ്. ക്ലാസ് 5ൽ സ്റ്റുഡൻസ് ഒന്നും ആബ്സെൻ്റ് അല്ലായിരുന്നു. അപ്പോൾ അറ്റൻഡൻസ് ഫുൾ ഉണ്ടായിരുന്നത് ആ ക്ലാസ്സിലാണ്. ഏതാണ്? ക്ലാസ് 5. When making bar graphs, bar of uniform width can be drawn horizontally or vertically with equal spacing between them. അപ്പോൾ നമ്മൾ ബാറുകൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാർസ് ഓഫ് യൂണിഫോം വിഡ്ത്ത്, അതാണ് ഞാൻ പറഞ്ഞത്. ബാറുകളുടെ വിഡ്ത്ത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ബാറുകൾ യൂണിഫോം വിഡ്ത്തിലുള്ളതായിരിക്കണം. അതെങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാം? ഹൊറിസോണ്ടലിയും വരയ്ക്കാം, വെർട്ടിക്കലിയും വരയ്ക്കാം, വിത്ത് ഈക്വൽ സ്പേസിങ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലി വരച്ചാലും വെർട്ടിക്കലി വരച്ചാലും ആ ബാറുകളുടെ ഇടയ്ക്കുള്ള സ്പേസിങ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ബാറ് ഇങ്ങനെയും വരയ്ക്കാം, തിരിച്ചിങ്ങനെയും വരയ്ക്കാം. തിരിച്ചിങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ സൈഡിൽ ക്ലാസ് വരും, ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസും വരും. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലി വേണമെങ്കിലും വരയ്ക്കാം, വെർട്ടിക്കലി വേണമെങ്കിലും വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ അതനുസരിച്ച് ഈ ക്ലാസ്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. പക്ഷേ ബാറുകൾ തമ്മിലുള്ള ഈ യൂണിഫോം വിഡ്ത്തിലായിരിക്കണം, ബാറുകൾ തമ്മിൽ ഈക്വൽ സ്പേസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ദ ലെങ്ത് ഓർ ഹൈറ്റ് ഓഫ് ഈച്ച് ബാർ റെപ്രസെൻറ്റ് ദി ഗിവൺ നമ്പർ. ഈ ഓരോ ബാറുകളുടെയും ലെങ്ത് ഹൈറ്റും എന്ത് ചെയ്യുന്നു? നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആസ് വി സോ ഇൻ പിക്റ്റോഗ്രാഫ് വി ക്യാൻ യൂസ് എ സ്കെയിൽ ഓർ കീ വെൻ ദ ഫ്രീക്വൻസീസ് ആർ ലാർജർ. അപ്പോൾ ഫ്രീക്വൻസീസ് ലാർജർ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്കെയിലോ കീയോ യൂസ് ചെയ്യാം. അതായത് നമ്മളവിടെ പിക്റ്റോഗ്രാഫിൽ കണ്ടു, നമ്മൾക്ക് തരുന്ന ഒരു സിമ്പിൾ നമ്മൾ ഒന്നെങ്കിൽ 1 സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ 5 സ്റ്റുഡൻറ്റ്സ് ഇങ്ങനെ എടുക്കുമായിരുന്നു അല്ലേ. അതേപോലെ ഇവിടെയും 1 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? ഫ്രീക്വൻസീസ് ലാർജർ ആണെങ്കിൽ, ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ? നമുക്ക് തരുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പർ, സ്റ്റുഡൻസോ എന്തായാലും നമുക്ക് തരുന്ന നമ്പർ. അത് ലാർജർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 യൂണിറ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ 10 സ്റ്റുഡൻസ് ആ തരുന്നതെങ്കിൽ 10 സ്റ്റുഡൻസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് അങ്ങനെ അനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, ലെറ്റ് us look at an example of vehicular traffic at a busy road crossing in Delhi, which was studied by the traffic police on a particular day. The number of vehicles passing through the crossing each hour from 6 AM to 12 noon is shown in the bar graph. 1 യൂണിറ്റ് ലെങ്ത് സ്റ്റാൻഡ്സ് ഫോർ 100 വെഹിക്കിൾ. അപ്പോൾ ഡൽഹിയിൽ ഒരു ബിസി റോഡ് ക്രോസിങ്ങിൽ രാവിലെ 6 തൊട്ട് ഉച്ചയ്ക്ക് 12 വരെയുള്ള ടൈമിൽ കടന്നു പോകുന്ന വെഹിക്കിൾസിൻ്റെ നമ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 1 യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 100 വെഹിക്കിൾസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 100 വെഹിക്കിൾസ് എന്ന് നമുക്ക് യൂണിറ്റ് എടുക്കാം, സ്കെയിൽ അല്ലെങ്കിൽ കീ എടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ ഗ്രാഫ് തന്നിരിക്കുന്നതിൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇവിടെയാണ് തന്നിട്ടുള്ളത്, ടൈം ഇൻ്റർവെൽസ് നമുക്ക് ഇവിടെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കി ഇവിടെ 6 to 7 വരെയുള്ള ടൈമിൽ പോയിട്ടുള്ള വെഹിക്കിൾസിൻ്റെ, അതായത് റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിൻ്റെ നമ്പറാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. ഇതാ ഇവിടെ വരും കണ്ടോ, 100നും 200നും ഇടയ്ക്ക്, അതായത് 150 എന്ന് നമുക്ക് എടുക്കാം. ഇനി രാവിലെ 7 തൊട്ട് 8 വരെയുള്ള ടൈമിൽ പോയിട്ടുള്ള ക്രോസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിൻ്റെ നമ്പറാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്, 1200. ഇനി 8 to 9 ക്രോസ് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് 1000. അടുത്തത് 9 to 10 800 വെഹിക്കിൾസ് പാസ് ചെയ്തിട്ടുണ്ട്. 10 to 11 700, 11 to 12 600. ഇങ്ങനെ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വി ക്യാൻ സീ ദാറ്റ് ദ മാക്സിമം ട്രാഫിക് അറ്റ് ദ ക്രോസിംഗ് ഈസ് ഷോൺ ബൈ ദി ലോങ്ങസ്റ്റ് ബാർ. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ട്രാഫിക് എന്ന് പറയുന്നത് ഇതിലെ ലോങ്ങസ്റ്റ് ബാർ ഏതാണോ അതായിരിക്കും. ഏതാണ്?
ഫോർ ദ ടൈം ഇൻ്റർവെൽ 7 to 8. ദാ ഈ ബാറാണല്ലേ, ഇതാണ്. ദ ബാർ ഗ്രാഫ് ഷോസ് ദാറ്റ് 1200 vehicles pass through the crossing at that time. അപ്പോൾ 7 തൊട്ട് 8 വരെയുള്ള ടൈമിൽ 1200 vehicles എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി ദ സെക്കൻഡ് ലോങ്ങസ്റ്റ് ബാർ ഈസ് ഫോർ 8 to 9 AM. സെക്കൻഡ് ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് 8 to 9 AM വരുന്നതാണ്. ഡ്യൂറിങ് ദാറ്റ് ടൈം 1000 vehicles passed through the crossing. Similarly, minimum traffic is shown by the smallest bar. അതേതാണ് 6 to 7 അല്ലേ. The bar for the time interval 6 to 7 AM. ഇതാണ്. During that time only about 150 vehicles pass through the crossing. The second smallest bar is that for the interval ഏതാണ് 11 to 12. ഇതാണല്ലേ, അതെത്രയാണ് 600 vehicles pass through the crossing. But the total number of cars passing through the crossing during the 2-hour interval, അതായത് 8 തൊട്ട് 10 വരെ, അപ്പോൾ അവിടെ 2 ഇൻ്റർവെൽസ് വരും. അപ്പോൾ എത്ര വെഹിക്കിൾ ആ സമയത്ത് പാസ് ചെയ്തു? 8 to 10. 8 to 10 എന്ന് പറയുമ്പം 8 to 9 വരും, 9 to 10 വരും. എന്നാലേ ഇവിടെ 8 to 10 ആകത്തുള്ളൂ അല്ലേ. 8 to 9 9 to 10 ഈ 2 ടൈം ഇൻ്റർവെല്ലിൽ ക്രോസ് ചെയ്ത വെഹിക്കിൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 800ഉം 1000ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ. 800 + 1000 ഈസ് ഈക്വൽ ടു 1800. ഇത്രയും വെഹിക്കിൾസാണ് 2 ടൈം ഇൻ്റർവെല്ലിൽ 2 hour ഇൻ്റർവെല്ലിൽ ക്രോസ് ചെയ്ത വെഹിക്കിൾസിൻ്റെ നമ്പർ. ഇനി അടുത്തത് നമ്മളിപ്പോൾ നോക്കിയ ഈ ഗ്രാഫ് വെച്ചിട്ടുള്ളൊരു ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ടോട്ടൽ കാർസ് പാസ് ത്രൂ ദി ക്രോസിംഗ് ബിറ്റ്വീൻ 6 AM ആൻഡ് നോൺ. അപ്പോൾ ക്രോസിങ്ങിലൂടെ 6 തൊട്ട് നോൺ വരെ പാസ് ചെയ്ത ടോട്ടൽ കാർസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിൽ നോക്കി നമ്മളത് ചെയ്യണം. അപ്പോൾ നോക്കിയേ 6 to 7 എത്രയാണ്? 150 കാറുകളാണ് അല്ലേ. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ 150. ഇനി 7 to 8 എത്രയാണ്? 1200. അടുത്തത് 8 to 9 1000. അടുത്തത് 9 to 10 ദാ ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ദാ ഇങ്ങനെ നേരെ നിങ്ങൾ താഴേക്ക് വരച്ച് നോക്കുക. അപ്പോൾ അതാ 800 കഴിഞ്ഞിട്ട് ഇവിടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു 820 എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് പേപ്പറിലാണ് ഗ്രാഫ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് മെഷർ ചെയ്ത് എഴുതാനായിട്ട് പറ്റും കേട്ടോ. അടുത്തത് 10 to 11 ഈസ് 700. അടുത്ത 11 to 12 ഈസ് 600. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. 0 5 + 2 7 2 + 1 3 3 + 8 11 11 + 7 18 18 + 6 24 2 3 4 4470 ആണ് 6 to noon ക്രോസിങ്ങിലൂടെ പാസ് ചെയ്ത കാറുകളുടെ നമ്പർ. എത്രയാണ്? 4470. Why do you think so little traffic occurred during the hour of 6 to 7 AM as compared to the other hours from 7 to noon? അപ്പോൾ 6 to 7 ലിറ്റിൽ ട്രാഫിക്കേ ഉള്ളായിരുന്നു അല്ലേ. മറ്റ് അവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6 to 7 വളരെ കുറച്ച് ട്രാഫിക്കേ ഉള്ളായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? During 6 to 7 AM time duration, little traffic occurred as compared to the hours from 7 to noon. Because during 6 to 7 AM, there were less people going to their work. അതുകൊണ്ടാണ് അല്ലേ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വർക്കിന് പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് 6 to 7 AM വളരെ കുറച്ച് ട്രാഫിക്ക് തോന്നുന്നത്. അടുത്തത്, വൈ ഡു യു തിങ്ക് ദ ട്രാഫിക് വാസ് ദി ഹെവിയസ്റ്റ് ബിറ്റ്വീൻ 7 to 8 AM? 7 to 8 AM ഏറ്റവും ഹെവിയസ്റ്റ്, ഏറ്റവും കൂടുതൽ 7 to 8 AM ആണല്ലേ. അങ്ങനെ ഹെവിയസ്റ്റ് ആയിട്ട് തോന്നാനുള്ള കാരണം എന്താണ്?
as there were more people using their vehicle to reach their office or workplace. Also, there are many school buses carrying children to their school. Why do you think the traffic was lesser and lesser each hour after 8 a.m. all the way until noon? അപ്പോൾ 8 മണി കഴിഞ്ഞ് noon വരെയുള്ള ടൈമിൽ ട്രാഫിക്ക് കുറഞ്ഞു വരികയാണ് അല്ലേ. ദാ ഇവിടെ 8 കഴിഞ്ഞ് ബാക്കി ഗ്രാഫ് നോക്കി കുറഞ്ഞു വരികയാണ്. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിക്കോസ് ദർ വെർ നോ സ്കൂൾ ബസ്സസ് ഓൺ റോഡ്. ആ ടൈമിൽ 8 മണി കഴിഞ്ഞ് ആ സമയത്ത് റോഡിൽ സ്കൂൾ ബസ്സസ് കാണാറില്ല. പിന്നെന്താണ്, ഓൾസോ നമ്പർ ഓഫ് പീപ്പിൾ ഗോയിങ് ടു ദർ വർക്ക് പ്ലേസ് ഈസ് ഡിക്രീസിങ് കണ്ടിന്യൂസ്ലി. 8 മണി കഴിയുമ്പോൾ ജോലിക്ക് പോകുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരും. അപ്പോൾ ട്രാഫിക്കും കുറയും. ഓക്കെ, അത് നിങ്ങൾ ഇവിടെ ആൻസർ എഴുതുക കേട്ടോ. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ എഴുതുക.